ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം സന്യാസയോഗം. ശ്ലോകം 13. സർവകർമാണി മനസാ സന്യസ്യ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. ദേഹേന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ച് ചെയ്യുന്നവനോ ചെയ്യിപ്പിക്കുന്നവനോ അല്ലാതെ നവദ്വാരങ്ങളോടുകൂടിയ പട്ടണത്തിൽ, അതായത് ശരീരത്തിൽ സസുഖം വർദ്ധിക്കുന്നു. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ദൈവം പ്രാണികൾക്കായി കർത്തൃത്വത്തെയാവട്ടെ കർമ്മത്തെയാവട്ടെ സൃഷ്ടിക്കുന്നില്ല. അവരെ കർമ്മഫലത്തോട് യോജിപ്പിക്കുന്നതുമില്ല. പ്രകൃതിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാദത്തെ കസചിത് പാപം ന ചൈവ സുഹൃതം വിഭുഹാം അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹാം. ദൈവം ഏതൊരുവൻ്റെയും പാപത്തെയാവട്ടെ പുണ്യത്തെയാവട്ടെ ആഗ്രഹിക്കുന്നില്ല. ജ്ഞാനം അജ്ഞാനത്താൽ മറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടാണ് ജീവികൾ മോഹിച്ചു പോകുന്നത്. ജ്ഞാനേനുത്തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തൽപരം. ആത്മിക ജ്ഞാനത്താൽ അജ്ഞാനത്തെ നശിപ്പിച്ചവരുടെ ജ്ഞാനം സൂര്യൻ വസ്തുക്കളെ എന്ന പോലെ പരമാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. തദ്ബുദ്ധിയസ്തദാത്മാനാ സന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്തി പുനരാവൃത്തിം ജ്ഞാനം നിർധൂതകൽമഷാഃ. പരമാത്മാവിനെ അറിയുകയും ആ പരമാത്മാവിൽ തന്നെ വിചാരിക്കുകയും അതിൽ തന്നെ പ്രവർത്തിക്കുകയും അതിനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ജ്ഞാനത്താൽ പാപം നശിച്ച് പുനർജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗേഹസ്ഥിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിതാഃ സമദർശിനാഃ. വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും ചണ്ടാലനെയും ഒരേ ഭാവത്തിൽ കാണുന്നവരാണ് ജ്ഞാനികൾ. ഇഹൈവ തരിജിതഃ സർഗം യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാ. മനസ്സ് സമഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർക്ക് ഈ ജീവിതകാലത്തു തന്നെ രണ്ടെന്ന ഭാവം ഇല്ലാതാവുന്നു. ബ്രഹ്മം നിർദോഷമായി സമഭാവത്തിൽ വർത്തിക്കുന്നതിനാൽ ഈ സമദർശികളും ബ്രഹ്മത്വത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നവരാണ്. ന പ്രഹിഷേത് പ്രിയം പ്രാപ്യ നോതി ചേത് പ്രാപ്യ ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. സ്ഥിരബുദ്ധിയോടുകൂടി മോഹമില്ലാത്തവനായി ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മത്തിൽ വർത്തിക്കുന്നവൻ പ്രിയമായിട്ടുള്ളത് കിട്ടുമ്പോൾ സന്തോഷിക്കുകയോ അപ്രിയമായുള്ളവ സംഭവിക്കുമ്പോൾ വിഷാദിക്കുകയോ ഇല്ല. ബാഹ്യസ്പശേഷസക്ത നാവിന്ദ്യത്യാത്മനീയ സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷേമശ്രുതേ. ബാഹ്യ വിഷയങ്ങളിൽ കാമമില്ലാത്തവൻ ആത്മിക സുഖം അനുഭവിക്കുന്നു. അവൻ തന്നെയാണ് ബ്രഹ്മധ്യാനത്തിൽ ലയിച്ച് അക്ഷയമായ സുഖം നേടുന്നത്. സംസ്പർശജ ഭോഗ ദുഃഖയോണയേവതേ ആദ്യന്തവന്തഃ കൗന്ദേയ ന തേഷു രമതേ ബുധാം. അർജുന, വിഷയേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആദിയും അവസാനവും ഉള്ളവയാകയാൽ ദുഃഖ കാരണങ്ങൾ തന്നെയാണ്. ജ്ഞാനി ഈ അനുഭവങ്ങളെ കാമിക്കുകയില്ല. പ്രാക്ശരീര വിമോചനാത് കാമക്രോധോത്ഭവം വേഗ സയുക്ത സസുഖീ നരഃ. ശരീരത്തിൽ വേർപാട് വരെ കാമക്രോധങ്ങളാൽ ഉണ്ടാകുന്ന മനക്ഷോഭത്തെ ഈ ജീവിതത്തിൽ തന്നെ സഹിക്കുവാൻ ശക്തനായുള്ളവനാണ് കർമ്മയോഗി. അവനാണ് സുഖം അനുഭവിക്കുന്നവൻ. അവനാണ് മനുഷ്യൻ. യോ അന്തസുഖോന്തരാരാമോ സഥാന്തർജ്യോതിരേവയഃ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോ അധിഗച്ഛതി. ആത്മാവിൽ തന്നെ സുഖിക്കുകയും ആത്മാവിൽ തന്നെ ക്രീഡിക്കുകയും ആത്മാവിൽ തന്നെ പ്രകാശിക്കുകയും ചെയ്യുന്നവൻ ബ്രഹ്മമായി തീർന്ന് ബ്രഹ്മത്തിൽ ലയിക്കുന്നു.